പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ജെറുസലേം ദേവാലയത്തിലേക്കുള്ള ഈശോയുടെ പ്രവേശനങ്ങളൊക്കെ 3 ദിവസമായിട്ട് നമ്മൾ ധ്യാനിച്ചു. ഇനി അടുത്ത് നമ്മൾ ബുധനാഴ്ച ദിവസം, അതായത് എല്ലാം പൂർത്തിയാക്കിയ ബുധനാഴ്ച ദിവസത്തേക്കുള്ള ഒരു സന്ദേശമാണ് പരിശുദ്ധാത്മാവ് എന്ന് വെളിപ്പെടുത്തുന്നത്. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ സുവിശേഷത്തിലൂടെയുള്ള യാത്രയിൽ ഞങ്ങൾക്ക് നൽകുന്ന സുപ്രധാന സന്ദേശങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിയത്തക്കവണ്ണം ഇത് പ്രഘോഷിക്കുന്ന വ്യക്തികളെയും സുവിശേഷം കേൾക്കുന്ന വ്യക്തികളെയും കർത്താവെ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് വ്യാപരിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഓശാന ഞായർ മുതൽ നമ്മൾ 3 ദിവസമായിട്ട് ക്രിസ്തുവിൻ്റെ ജെറുസലേം ദേവാലയത്തിലുള്ള യാത്രയെയും ആ യാത്രയുടെ അവസാനം ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിക്കുകയും അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളെയൊക്കെ ആട്ടി ഓടിപ്പിച്ച് ദേവാലയത്തെ വിശദീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഓശാനയുടെ സന്ദേശം. വഴിയിൽ വെച്ച് നമ്മൾ കുറേ വ്യക്തികളെ യേശു പരിചയപ്പെടുന്നതും സുഖപ്പെടുത്തുന്നതും അതുപോലെ വിശദീകരിക്കുന്നതൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അതിൽ പ്രധാനമാണ് ജെറീക്കോ പട്ടണത്തിൻ്റെ നാശവും അത് തകർന്നു പോയതും അതിലൂടെ യേശുക്രിസ്തു കടന്നു വരുമ്പോൾ ആദ്യമായിട്ട് ഒരു കുരുടന് കാഴ്ച നൽകുന്നു. ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം അന്ധമായി കിടന്നിരുന്ന ജനങ്ങൾക്ക് ഒരു വിശ്വാസത്തിൻ്റെ ഉൾക്കാഴ്ച നൽകുന്നതാണ് ഈ കുരുടൻ്റെ കാഴ്ചയിലൂടെ നമുക്ക് കിട്ടുന്ന സന്ദേശം. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് സക്കേവൂസിനെയാണ് ഈശോ പരിചയപ്പെടുത്തുന്നത്. സക്കേവൂസിനെ നമ്മൾ കാണുന്നു, എല്ലാം ധ്യാനിക്കുന്നു. പക്ഷെ സക്കേവൂസിനെ കുറിച്ചിട്ടുള്ള ആ സന്ദേശത്തിൻ്റെ അവസാനം പറയുന്ന 2 വചനമാണ് സുപ്രധാനം. ഇവനും അബ്രാഹത്തിന്റെ പുത്രനായിരുന്നു. നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്നുള്ള ആ ഒരു വചനം. സക്കേവൂസ് എന്ന് പറയുന്ന ചുങ്കക്കാരനെ കൂടി സമൂഹം ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയിരുന്ന ആ സമൂഹത്തെ കൂടി യേശു തൻ്റെ രക്ഷാകര പദ്ധതിയിലേക്ക് കൂട്ടിവരുന്നതാണ് ഈ സന്ദേശത്തിൻ്റെ ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുന്നത്. ആരൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട് അവരെല്ലാം ഈശോ ഈ യാത്രയിലൂടെ തൻ്റെ കൂടെ ഒന്നിപ്പിക്കുന്നു. കുരുടൻ എന്ന് പറയുന്ന ഈ അന്ധയാചകനെ ഒന്നും ആരും കാര്യമായിട്ട് പരിഗണിക്കാതെ മാറ്റി നിർത്തിയിരിക്കുന്നതാണ്. അവനെ കൂടെ കാഴ്ച നൽകി അവനിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമാണ്, നിങ്ങളുടെ കണ്ണുകൾ, അന്ധമായ കണ്ണുകൾ നിങ്ങൾ തുറക്കണം. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ രക്ഷകനായ മിശിഹായെ കണ്ട് അനുഭവിച്ച് അവൻ പറയുന്നതെല്ലാം അതുപോലെ അനുസരിച്ച് മുന്നേറുവാനുള്ള ഒരു സന്ദേശമാണ് ഈ രാജകീയമായ ജെറുസലേം യാത്രയിലുള്ള ക്രിസ്തു നമുക്ക് നൽകുന്നതായിട്ടുള്ള സന്ദേശം. ഇവിടെ ദേവാലയ ശുദ്ധീകരണം പൂർത്തിയാക്കിയതിന് ശേഷം പീഡാസഹനങ്ങളുടെ ആരംഭത്തിന് മുമ്പ് യേശു ക്രിസ്തു ഈ ലോകത്തിന് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു സന്ദേശം നൽകുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഉദ്ധരിക്കുവാനായിട്ട് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലാണ്. ശ്രീകന്മാരും യേശുവും കൂടെ ഒരുമിച്ചിരിക്കുന്ന സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. ശിഷ്യന്മാരെ ചോദിക്കുന്നുണ്ട്, കർത്താവെ, ഇതിൻ്റെയൊക്കെ യുഗാന്ത്യത്തിൻ്റെ അന്ത്യം എപ്പോഴായിരിക്കും? എങ്ങനെയാണിത് തുടങ്ങുക? അത് ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരണമേ എന്ന് പറയുമ്പോൾ യേശു അവിടെ നിന്നുകൊണ്ടാണ് ഈ ശുശ്രൂഷയുടെ ഭാഗം, അതായത് ലോകത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക്, യുഗാന്ത്യത്തിൻ്റെ ആ അന്ത്യത്തിലേക്ക് കടക്കുന്നതിൻ്റെ പല ലക്ഷണങ്ങളും യേശു അവിടെ പറയുകയാണ്. ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അവസാന നാളുകൾ അടുക്കുമ്പോൾ ക്രിസ്ത്യാനികളെ, യേശുവിൽ വിശ്വസിക്കുന്നവരെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നും വഴിതെറ്റിക്കുന്ന ഒരു കൂട്ടം വരും എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇപ്പോൾ തന്നെ അത് നമ്മൾ നിലവിൽ പലയിടത്തും കാണുന്നുണ്ട്. ചില ഗ്രൂപ്പുകളൊക്കെ ചില വ്യത്യസ്തമായിട്ടുള്ള സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ സുവിശേഷത്തിലുള്ള യഥാർത്ഥ പ്രബോധനത്തിന്, സഭയുടെ പ്രബോധനത്തിന് വിരുദ്ധമായി പലതും പഠിപ്പിച്ച് കത്തോലിക്ക സഭയിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നൊക്കെ തട്ടിയെടുത്ത് കൊണ്ടുപോയി ഇതാണ് ശരി എന്ന് പറയുന്ന
പലരും അങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങളെ ആരും വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും. ഇത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സന്ദേശമാണ്. അതിനുശേഷമാണ് ലോകത്തിന്റെ അന്ത്യത്തിലേക്ക് കടക്കുന്ന ഏകദേശം 11ഓളം ലക്ഷണങ്ങൾ അവിടെ ക്രിസ്തു പറയുന്നുണ്ട്. ഭൂമികുലുക്കം, ചെറുതും വലുതുമായ ഭൂമികുലുക്കമുണ്ടാകും, അതുപോലെ തന്നെ ക്ലേശങ്ങളുണ്ടാകും, യുദ്ധങ്ങളുണ്ടാകും, യുദ്ധങ്ങളെ കുറിച്ചുള്ള കിംവദന്തികളുണ്ടാവും, അധർമ്മം തണുത്തു പോകുന്നതിനാൽ സ്നേഹമില്ലാതെ ആയിത്തീരും. അങ്ങനെ ഒരു 11 ലക്ഷണങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് ഈശോ മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വചനത്തിലൂടെയാണ് നമുക്ക് ലോകത്തിന്റെ അന്ത്യം ഏകദേശം എപ്പോൾ സംഭവിക്കുമെന്നുള്ള പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷണം പറയുന്നത്. അവിടെ പറയുന്നത് എങ്ങനെയാണ്? ദൈവരാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടും, അതിന് ശേഷം അന്ത്യം ആഗതമാകും. അന്ത്യമായിട്ടില്ല, അന്ത്യം ആഗതമാകും. അവിടുന്നാണ് അന്ത്യം തുടങ്ങാൻ പോകുന്നത്. അതിന്റെ ലക്ഷണമാണ് ലോകമെമ്പാടും ദൈവരാജ്യത്തിന്റെ ഈ സുവിശേഷം എങ്ങാടും പ്രസംഗിച്ചതിന് ശേഷമേ അന്ത്യമാഗതമാകൂ. എന്തിനു വേണ്ടിയാണ്? ഈ സുവിശേഷം എല്ലാ ദിക്കുകളിലും പ്രസംഗിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ അന്ത്യത്തിലേക്ക് കടക്കുകയുള്ളൂ. അതിനൊരു അർത്ഥമുണ്ട്. ഈ ലോകത്തിൽ ഏത് മുക്കിലും മൂലയിലും സുവിശേഷം എത്തിക്കുക എന്നുള്ളത് ക്രിസ്തുവിന്റെ ഒരു പ്രവചനമാണ്. വചനം അറിയാതെയാണ്, ദൈവപ്രമാണങ്ങൾ അറിയാതെയാണ് എനിക്ക് തെറ്റുപറ്റിയത്, ലോകത്തിന് തെറ്റുപറ്റിയതെന്ന് ഒരാൾക്കും പറയാതിരിക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൻ്റെ ആ പീഡാസഹനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ലോകത്തോട് ഈ സന്ദേശം കൊടുക്കുന്നത്. ലോകമെമ്പാടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടതിന് ശേഷമേ അന്ത്യം ആഗതമാകുകയുള്ളൂ. അത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സന്ദേശമാണ്. ഇത് നമ്മൾ ഉൾക്കൊള്ളണം. ഈ കാലഘട്ടം നമ്മൾ പരിശോധിച്ചാൽ മാത്രം മതി. ഇന്ന് എവിടെ നോക്കിയാലും സുവിശേഷത്തിന് യാതൊരു ദാരിദ്ര്യവും ഇല്ലാത്ത വിധം എമ്പാടും സുവിശേഷം പ്രസംഗിക്കുകയാണ്. അനവധി ധ്യാന കേന്ദ്രങ്ങൾ തന്നെ നമ്മുടെ ഇടയിലുണ്ട്. ആദ്യകാലങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ എവിടെ നോക്കിയാലും ധ്യാന കേന്ദ്രങ്ങൾ, എവിടെ ചെന്നാലും നമുക്ക് വചനം കേൾക്കാം, സുവിശേഷം കേൾക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ യൂട്യൂബ് മുതലായ മാധ്യമങ്ങളിലൂടെ ഇന്ന് ദൈവത്തിന്റെ വചനം ലോകം എമ്പാടും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, അധികം താമസിയാതെ ഈ അന്ത്യം ആഗതമാകും എന്നുള്ളത്. ഏതാണ്ട് ലക്ഷണങ്ങൾക്ക് രാജ്യത്തിനെതിരായും അതുപോലെ തന്നെ യുദ്ധങ്ങൾ ഉണ്ടാകും, യുദ്ധത്തിനെ കുറിച്ച് കിംവദന്തികൾ ഉണ്ടാകും എന്നുള്ള എല്ലാ ലക്ഷണങ്ങളിലേക്കും നമ്മൾ ഇന്ന് ഈ ലോകം കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ കരുതലോടെ ഇരിക്കണം. ലൂക്കായുടെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിലെ 34-35 വാക്യങ്ങളിലൂടെ യേശു നൽകുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. സുബലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത ഇവയാൽ നിങ്ങളുടെ മനസ്സുകൾ ദുർബലമാക്കപ്പെടുകയും ഒരു കെണി പോലെ അത് നിങ്ങളുടെ മേൽ നിബദിക്കുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. ലോകത്തിലുള്ള സകലരുടെ മേലും ഇത് നിബദിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ വരുമ്പോൾ അവന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുവാനുള്ള കരുത്ത് ലഭിക്കുവാൻ നിങ്ങൾ സദാ ജാഗരൂകതയോടെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ. അതാണ് ഈശോ നമുക്ക് നൽകുന്ന സന്ദേശം. നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ജാഗരൂകരായിട്ട് കാത്തിരിക്കണം. കാരണം ലക്ഷണങ്ങളൊക്കെ ഏതാണ്ട് അവസാനിച്ച മട്ടാണ്, ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അന്ത്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിലെ പ്രധാനപ്പെട്ട ലക്ഷണം ഇതാണ്, വചനം ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടുമെന്നുള്ളത്. ദൈവത്തിന്റെ വചനത്തിന് അതിപ്രധാനമായ പ്രാധാന്യമുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പത്രോസ്ലീഹായുടെ ലേഖനത്തിലൂടെ 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിലൂടെ പത്രോസ്ലീഹ വചനത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ രഹസ്യം വെളിപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരവും സനാതനവുമായ ദൈവവചനത്തിലൂടെയാണ് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ദൈവത്തിന്റെ വചനം എന്തിനു വേണ്ടിയാണ് ഈ ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടുന്നതിന്റെ ഉദ്ദേശമാണ് പത്രോസ്ലീഹ അവിടെ വിവരിക്കുന്നത്. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച് നമ്മളിലെ പഴയ മനുഷ്യനെ എടുത്തു മാറ്റുവാൻ സഹായിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. നമ്മൾ കൊളോസോസ് ലേഖനം വായിക്കുമ്പോൾ അതിന്റെ 3-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ വായിക്കുമ്പോഴും അവിടെയും പൗലോസ് അത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. വചനത്തിന്റെ പ്രാധാന്യം, മനുഷ്യൻ വീണ്ടും ജനിക്കുന്നതിന്റെ
ഏറ്റവും മർമ്മപ്രധാനമായ ഒരു വാക്യമാണ് പൗലോസ്ലീഹ അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിലെ പഴയ മനുഷ്യനെ അതിൻ്റെ സർവ ചെയ്തികളോടും കൂടെ നിഷ്കാസനം ചെയ്യുവിൻ, എന്നിട്ട് ദൈവത്തിന്റെ സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് ഒരു പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ എന്ന് അവിടെ പൗലോസ്ലീഹ നമ്മളോട് പറയുകയാണ്. ഈ പുതിയ മനുഷ്യനെ നമുക്ക് ധരിക്കാൻ കഴിയണമെങ്കിൽ വീണ്ടും നമ്മുടെ ജീവിതത്തിലെ പഴയ മനുഷ്യനെ ഒന്ന് ഉരിഞ്ഞു മാറ്റിയെടുത്ത് ദൈവത്തിന്റെ പ്രതിച്ഛായയ്ക്കൊത്ത വിധം സമ്പൂർണ്ണ ജ്ഞാനത്താൽ നിറയുന്ന ഒരു പുതിയ മനുഷ്യനെ നമ്മൾക്ക് ഒരുക്കിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വരണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. 119 സങ്കീർത്തനത്തിലൂടെ അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തകൻ പറയാണ്, കർത്താവേ, ഞാൻ നിനക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം സൂക്ഷിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ അത്രയും പ്രധാനമാണ് ദൈവത്തിന്റെ വചനം. അതിലൂടെയാണ് ഓരോ മനുഷ്യരും വീണ്ടും വീണ്ടും ജനിച്ച് പുതിയ സൃഷ്ടിയായി തീരുന്നത്. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ഈശോ നമ്മൾക്ക് പീഡാസഹനത്തിന് മുമ്പ് നൽകിയ ഈ സന്ദേശം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആഴമായി പതിക്കട്ടെ. അവിടെ പറഞ്ഞത് നമ്മൾ ഒരിക്കലും പറക്കരുത്. രാജ്യത്തിന്റെ സുവിശേഷം ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടും, അതിനുശേഷം അന്ത്യം ആഗതമാകും. എന്നാൽ അന്ത്യമായിട്ടില്ല, അന്ത്യമാകുന്നതിന്റെ തുടക്കമേ ആയിട്ടുള്ളൂ. എന്നിട്ട് ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ അത്തിമരത്തിൽ നിന്നും പഠിക്കുവിൻ. വേനൽക്കാലം അടുക്കുമ്പോൾ അത് തളിർക്കുന്ന പുതിയ ഇല വരുന്നത് കാണുമ്പോൾ വേനൽക്കാലം അടുത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ഈ ലക്ഷണങ്ങളെല്ലാം പൂർത്തിയാകുമ്പോൾ നിങ്ങൾ ജാഗരൂകതയോടെ കരുതിയിരിക്കുവാൻ അന്ത്യത്തിലേക്ക് ഈ ലോകം പ്രവേശിക്കാൻ പോവുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കാതുകളിലൂടെ നമ്മൾ എത്ര വചനം കേട്ടു, എത്ര വചനം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ട്. സങ്കീർത്തകൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നില്ലേ, ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരിക്കുന്നത് ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം സൂക്ഷിച്ചിരിക്കുന്നു. എത്ര പേരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എത്ര വചനങ്ങളുണ്ട് നിങ്ങളുടെ എൻ്റെയൊക്കെ ഹൃദയത്തിലൊന്ന് പരിശോധിക്കുന്നു എന്നതാണ്. കാരണം സമയം പൂർത്തിയാകാൻ പോവുകയാണ്. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ഉള്ളിൽ ദൈവവചനമുണ്ടെങ്കിൽ, എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഞാൻ ദൈവവചനം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തിന്മയുടെ ശക്തികളിൽ നിന്ന്, പ്രലോഭനങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്നൊക്കെ അകന്നിരിക്കുവാൻ ഈ വചനം എന്നെ സഹായിക്കുമെന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള നമ്മുടെ ഓരോ ചുവടും ഓരോ കാൽവയ്പും നമ്മൾ കരുതലോടെ ആയിരിക്കണം. കാരണം അന്ത്യം ആഗതമാകാൻ പോവുകയാണ്. ഈറ്റ് നോവിന്റെ ആരംഭം മാത്രമാണ് ഇപ്പോൾ ആയിരിക്കുക. അതിനാൽ വളരെ കരുതലോടെ നമുക്ക് ഈ ദിവസം എപ്പോൾ വരുമെന്ന് ഒരാൾക്കും അറിയില്ല. പലരും 2000 വർഷം, 2001, 2022 എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ഒരാൾക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. ഈശോ തന്നെ പറയുന്നുണ്ട്, ഈ 24-ാം അധ്യായത്തിലെ വാക്യത്തിലൂടെ നമ്മളോട് പറയുന്ന ഒരു വചനമുണ്ട്, ഇത് എപ്പോൾ സംഭവിക്കുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലും ഇതറിയില്ല. അത് പിതാവിന്റെ ഇഷ്ടമാണ്. അത് പിതാവ് എപ്പോൾ നിറവേറ്റുമെന്ന് ആർക്കും അറിയില്ല എന്ന് വളരെ സ്പഷ്ടമായിട്ട് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏത് സമയവും കള്ളൻ എപ്പോൾ വരുമെന്ന് അറിയാത്തത് കൊണ്ട് ഉണർന്നിരുന്ന് നിങ്ങൾ കാവലായിരിക്കണം എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ വചനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പറയാണ്, സഹോദരങ്ങളെ, ജാഗരൂകതയോടെ ഒരുങ്ങിയിരിക്കേണ്ട സമയമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആഴമായി പതിയട്ടെ. അത് ഹൃദയത്തിന്റെ ഉള്ളിൽ സൂക്ഷിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.